മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറയണത് കേട്ടാൽ അസ്വസ്ഥപ്പെടുന്ന ആളുകളുണ്ട്, നമ്മളെല്ലാം അതിൽ പെടുന്നുണ്ട്. ഞാൻ സങ്കടത്തോടെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്വന്തം മാതാപിതാക്കന്മാരെ കുറിച്ച് കുട്ടികളിലെ അവര് ആരെങ്കിലും ഒരാളെ കുറിച്ച് ഒരു നല്ലത് പറഞ്ഞാൽ മറ്റേ ആൾ അതിന്റെ പേരിൽ കൊച്ചിന്റെ അടുത്ത് കെറുവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി തിരിച്ചുകൊണ്ട് കേട്ടാ, മാതാപിതാക്കന്മാര് ആരെങ്കിലും കുറിച്ച് മക്കളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ അത് മുതിർന്ന മക്കള് 10, 30, 40 വയസ്സുള്ള മക്കള് അവര് പറയും അപ്പനല്ലെങ്കിലും അവളോടാണ് ഇഷ്ടം, അമ്മയ്ക്കല്ലെങ്കിലും അവനോടാണ് ഇഷ്ടം. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ തമ്മിലുണ്ട്. പള്ളിയിലെ വികാരി അച്ഛൻ ഇടവകയിൽ ആരുടെയെങ്കിലും ഒരാളുടെ നന്മ പറഞ്ഞാൽ അച്ഛൻ അയാളുടെ സെറ്റാ. നന്മ പറയാൻ പറ്റാത്ത അവസ്ഥ. ഇന്നത്തെ വചനഭാഗത്തില് ഈശോ യോഹന്നാനെ കുറിച്ച് നന്മ പറയുക. യോഹന്നാനെ കുറിച്ച് വാചാലതയോടെ നന്മ പറഞ്ഞു തുടങ്ങുന്ന വചനഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. അത് മാത്രമല്ല, നന്മകൾ പറയാൻ നമുക്ക് മനസ്സുണ്ടാവണം. നന്മകൾ പറയുമ്പോൾ നമ്മുടെ വില കുറയുകയല്ല, കൂടുകയാണ്. ഈശോയെ കുറിച്ച്, ഈശോ ചെയ്ത കാര്യത്തെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു. ഈശോ ചെയ്ത കാര്യത്തെ കുറിച്ച് അതൊക്കെ ഈശോ ചെയ്തോളും, ഞങ്ങളാണ് ഇവിടെ മുഴുവനും ചെയ്യണേ എന്ന ഭാവമാണ്. ഞങ്ങൾ ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. വേറൊരാളെ കുറിച്ച് പറഞ്ഞാൽ അത് എന്റെ വില കുറഞ്ഞു പോവുകയാണ് അവിടെ എന്ന് ചിന്തിക്കുക അല്ല കേട്ടാ. വേറൊരാളെ കുറിച്ച് നമ്മൾ പറയുമ്പം നമ്മുടെ വില കൂടുകയാണ്. വേറൊരാളെ കുറിച്ച് നന്മകൾ പറയും. അത് മാത്രമല്ല, നമ്മൾ ആരെങ്കിലും കുറിച്ച് നന്മകൾ കേൾക്കുമ്പം അത് സന്തോഷത്തോടെ കേൾക്കുമ്പം അതിനെ അംഗീകരിക്കുമ്പം നമ്മുടെ ആരുടെയും വില കുറഞ്ഞു പോണില്ല. ആ അല്പത്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.